ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഓണപ്പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഓണപ്പരിപാടിക്ക് വേണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചേച്ചീസ് യൂട്യൂബ് ചാനൽ. ഹാപ്പി ഓണായിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നത്? പഠിക്കുവാണല്ലോ, പാട്ടാണോ പഠിക്കുന്നത്? പാവം കുട്ടികൾ കേട്ടോ, അവർക്കിന്ന് എക്സാമാണ്. എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. എക്സാം കഴിഞ്ഞിട്ടേ ഓണപ്പരിപാടിയുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് തിരിച്ച് ക്ലാസ്സിൽ പോരുന്ന എക്സാം എഴുതുവാണ്. അത്തപ്പൂക്കളില്ലാത്ത എന്തോണം അല്ലേ? അപ്പം നമ്മൾ ഒരു അത്തപ്പൂക്കൾ എവിടെ ഇട്ടിട്ടുണ്ട്. ഞാനിട്ടതല്ല കേട്ടോ, കഴിവുള്ള ആരോ ഇട്ടിട്ട് പോയതാണ്. എന്തായാലും അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരുന്ന് വീണ്ടും ഒന്ന് ടച്ചപ്പ് ചെയ്യാണ്. മേക്കപ്പൊക്കെ പോയോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടൊന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും താഴോട്ട് പോകാനുള്ള ടൈമായി. ആ സമയത്ത് ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അലീനയും ഞാനും ഇങ്ങനെ വെറുതെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിന്നു. ഇതാണല്ലോ ഞങ്ങളുടെ മെയിൻ. പിന്നെ അതാ എല്ലാവരും പ്രോഗ്രാം കാണാൻ വേണ്ടി ഗ്രൂപ്പ് വൈസായിട്ട് ആ സൈഡിൽ വന്നിട്ടുണ്ട്. കോർഡിനേറ്ററായ മിസ്സും വന്നു. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗെയിം എന്താന്ന്. ഇത് ബിസ്ക്കറ്റ് കടിയാണ്. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് കടിയുടെ ഫൈനൽ റൗണ്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആരാണ് ജയിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എല്ലാവരും ടീം വൈസ് ആയിട്ട് ഇങ്ങനെ കാത്തിങ്ങനെ അവരെല്ലാം ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ച് ആ സൈഡിൽ തന്നെ നിൽപ്പുണ്ട്. ഇതിൽ ആരാണ് കപ്പ് കൊണ്ടുപോകുന്നത്? ശരിക്കും പറഞ്ഞാൽ കപ്പും പ്രൈസും ഒന്നും തന്നില്ല, അത് വേറൊരു കാര്യം. ഇതാണ് നമ്മുടെ സുന്ദരി. അപ്പം ഈ സുന്ദരിക്ക് പൊട്ടുതൊടലാണ് അടുത്ത ഗെയിമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പാവ അലീന ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. അലീനൊക്കെ ആണെങ്കിൽ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾ സുന്ദരിക്ക് പൊട്ട് കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് നമ്മുടെ സനയാണ്. സനയ്ക്കൊരു മാർക്കറൊക്കെ കൊടുത്തിട്ട് അവർ പ്രിപ്പയർ ആക്കി വിടുന്നുണ്ട്. സനയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആംഗ്യങ്ങൾ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും പുള്ളിക്കാരി അവസാനം വളരെ ധൈര്യശാലിയായി കറക്കി വിട്ട് ഏതെല്ലോ ദിശയിലൂടെ അങ്ങ് നമ്മുടെ സുന്ദരിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. മിസ്സാണെങ്കിൽ സനയ്ക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ സുന്ദരിയായിട്ട് ഒരു ബന്ധമില്ലാതെ ഏതോ ഒരു മൂലയ്ക്കൊരു കുത്തു കൊണ്ട് കൊടുത്തിട്ട് കണ്ണൂര് പോയിട്ടുണ്ട്. അടുത്തതാണ് ഞാനും എന്നെ ഇതുപോലെ കണ്ണൊക്കെ കെട്ടിയിട്ട് ഇതുപോലെ സുന്ദരിയുടെ അടുത്ത് കൊണ്ട് നിർത്തി. സുന്ദരിയുടെ അടുത്തുകൊണ്ട് നിർത്തിയ സമയത്ത് ബാക്കിൽ നിന്ന് ആ പയ്യനുണ്ടല്ലോ, അവൻ പറയുക എന്താ ഒരു കാര്യം ചേച്ചി കറക്റ്റാ കുത്തുന്നേന്ന് പറഞ്ഞു. അത് കേട്ടത് ഞാൻ വിചാരിച്ചു അവൻ പറഞ്ഞില്ലേ ഏതോ എൻ്റെ ഗ്രൂപ്പിലുള്ള പയ്യനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് അവൻ പറഞ്ഞ സ്പോട്ടിന് തന്നെ കുത്തിക്കൊടുത്ത്. എന്തായാലും ഒരു ബന്ധവുമില്ലായിരുന്നു ഈ പറഞ്ഞ സുന്ദരിയായിട്ട്. അങ്ങനെ വളരെ വിജയകരമായി ഞാനും ആ ഒരു ഗെയിമിൽ നിന്ന് എന്താ പറയുക തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ്.
പറക്കലിന് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. ഇത് മുട്ടായി പറക്കലല്ല കേട്ടോ, പയറ് പറക്കൽ. ഈ സാധനമാണെങ്കിൽ ഒന്ന് പറക്കിയെടുക്കാൻ നോക്കിയാൽ തന്നെ കയ്യിൽ നിന്ന് തെന്നി വീഴും. അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട സാധനം. ഈ ഗെയിമിനും ഞാൻ കയറി പൊട്ടിയിരുന്നു, അത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും ഈ പയറ് പറക്കിയെടുത്ത് ജയിച്ചാളെ സമ്മതിക്കണം കേട്ടോ, അത്രയ്ക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു. പിന്നീട് ലെമൺ സ്പൂൺ മത്സരമായിരുന്നു. അതിനെല്ലാവരും പങ്കെടുത്തു, ഞാൻ മാത്രം കയറിയില്ല. എനിക്ക് എന്തായാലും മറിഞ്ഞു വീണ് നാടൻ കെടാനും കൂടെ വയ്യാത്തതുകൊണ്ട് ഞാൻ ആ ഒരു പരിപാടിക്ക് കയറിയില്ല. ഉപ്പ് മത്സരം ഉണ്ടായിരുന്നു കേട്ടോ, ഉപ്പ് കൈ പിടിക്കുന്നത്. പക്ഷെ അത് നടത്തിയില്ല. അത് നടത്തിയിരുന്നെങ്കിൽ എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടിയാണ്, ഉറപ്പാണ്. വേറെ ആരും പാട്ടിട്ട് കൊടുത്തില്ലെങ്കിലും തുള്ളാൻ റെഡി ആയിട്ടാണ് പിള്ളേരെ നിൽക്കുന്നത്. അങ്ങനെ ഇതോടെ നമ്മുടെ ഓണപ്പരിപാടി ഏകദേശം വൈൻഡപ്പ് ചെയ്യാണ്. സദ്യ ഇല്ലാതെ എന്ത് ഓണാഘോഷം അല്ലേ. അങ്ങനെ ഞങ്ങൾ സദ്യയും കഴിച്ചു, സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ ബൈ.